ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹലോ, ഞാൻ പറയുന്നത് നിങ്ങൾ കേക്ക്. നിങ്ങൾ വെറുതെ ബഹളം വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആദ്യം പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മുൻഗണന. വെറുതെ നിങ്ങൾ തിരക്ക് കൂട്ടിയിട്ട് യാതൊരു കാര്യവുമില്ല. ഓരോരുത്തരായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നിങ്ങളെ വിളിക്കും. അപ്പൊ നിങ്ങൾ വന്നാ മതി. ഹലോ, കോട്ടയംകാരൻ അപ്പു സാറല്ലേ? അതെ സാർ ചന്ദ്രനിൽ നിന്ന് എന്നാ മടങ്ങി വന്നേ? ഞങ്ങള് കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നു സാർ. എനിക്കും ഒരു 100 ഏക്കർ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ വൈഫും കൂടി കഴിഞ്ഞ ഞായറാഴ്ച ചന്ദ്രനിൽ നിന്ന് വന്നതേ. എനിക്കിവിടെ 200 ഏക്കറുണ്ട്. കപ്പ കൃഷിയാ. 1 മാസം മതി അവിടെ കപ്പ വിളയാനേ. കോടികളാണ് ലാഭം, കോടികൾ. നേരിട്ട് വന്നോളൂ. ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം. ഏക്കറിന് എന്ത് വിലയാവും? ഏക്കറിന് നമ്മുടെ പുരയിടമാണെങ്കിൽ 10 ലക്ഷം രൂപ. ഇനി അത് നിലമാണെങ്കിൽ 5 ലക്ഷം രൂപയേ ഉള്ളൂ. എന്തിനാ ഇത് വെറുതെ സമയം കളയുന്നത്? നേരിട്ട് വരൂ, നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം. വരൂ. ശരി എന്നാ ഓക്കെ. മാഡ് അടിച്ചേറി എങ്ങോട്ടാ? നിങ്ങൾ വിളിക്കാം. വെള്ളിലേക്ക് നിൽക്ക്. സാറേ, ഏജന്റ് പറഞ്ഞിട്ടാ ഞാൻ കടന്നു വന്നത്. അടുത്തത് എൻ്റെ നമ്പരാണെന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് സാറേ ഞാൻ വന്നത് കേട്ടോ. ബീന മാഡത്തിന്റെ വീട് വൈക്കത്താണല്ലേ? അതെ സാറേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ത്രേസ്യ കയറ്റിവിട്ടില്ലേ, അതിന്റെ അടുത്താണ് നമ്മുടെ ഈ ബീന മാഡത്തിന്റെ പ്ലോട്ട്. ബീന മാഡം ചന്ദ്രനിൽ ബിസിനസ് ആണോ അതോ കൃഷിയാണോ ഉദ്ദേശിക്കുന്നത്? മാഡം, ഇത് വൈക്കം ദേവ, ഒന്ന് സംസാരിച്ചോളൂ. ഇരിക്കും. എൻ്റെ പൊന്ന് സാറേ, എനിക്ക് വേണ്ടത് കുറച്ച് മനസമാധാനാണ്. കെട്ടിയോൻ്റെ ചവിട്ട് വീടിയും കൊണ്ട് ഞാൻ മടുത്ത് സാറേ. ഇനിയുള്ള കാലം അയാളെ വിട്ട് വിരിഞ്ഞ് താമസിക്കാനാണ് എൻ്റെ ആഗ്രഹം. അതെ, അവര് മാഡത്തിനെ തല്ലുമ്പോ മാഡം തിരിച്ചു തല്ലുവോ? പിന്നെ കിട്ടിയ 2 ഞാനും കൊടുക്കും. പിന്നെ കൊടുക്കണ്ടേ സാറേ? കൊടുക്കണം, കൊടുത്തല്ലേ പറ്റൂ. ബീന മാഡം, മനസമാനം തേടി പോകുന്നവർക്ക് അവിടെ നല്ല അന്തരീക്ഷമാ. മാഡത്തിന്റെ തീരുമാനം സൂപ്പർ. അവിടെയാകുമ്പോൾ ആരും ശല്യപ്പെടുത്താൻ പറ്റില്ല. 100 ഏക്കർ എടുത്താൽ അവിടെ തെങ്ങിൻ തോപ്പുണ്ട്, ആപ്പിൾ തോട്ടമുണ്ട്, മുന്തിരിത്തോട്ടമുണ്ട്, പിന്നെ നല്ല മധുരമുള്ള വാളംപുളിയുണ്ട്. എന്റെ ടേസ്റ്റ് ആണെന്ന് അറിയാമോ? പിന്നെ ബീന മാഡത്തിന്റെ പ്ലോട്ടില് കൊട്ടാരം പോലൊരു വീടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് ചന്ദ്രനിൽ പോയപ്പോഴേ ആ വീട്ടിലാ താമസിച്ചത്. അവിടെ നിന്നാൽ സൂര്യോദയവും അസ്തമയവും ഒക്കെ കാണാം. അപ്പൊ അവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ എങ്ങനെയാ? അമ്പലമൊക്കെ ഉണ്ടോ സാറേ അവിടെ? ഉണ്ടോന്നോ? വൈക്കത്തമ്പലത്തിനേക്കാൾ വലിയൊരു ശിവക്ഷേത്രം നിങ്ങളുടെ വീടിനോട് ചേർന്നുണ്ട്. മാഡം, അവിടെ ചെന്ന് നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ ചൊവ്വയും വ്യാഴവും ശനിയും ഇങ്ങനെ വട്ടം കറങ്ങുന്നത് കാണാം. എന്ത് രസാണെന്ന് അറിയാവോ? കുളിക്കാൻ വീടിനുള്ളിലേ 2 സ്വിമ്മിംഗ് പൂളാ ഉള്ളത്. ഒന്നിൽ ചൂടുവെള്ളവും മറ്റേതിൽ തണുത്ത വെള്ളമാണ് ഉള്ളത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു സുഹൃത്ത് ചന്ദ്രനിൽ മലയാളി ഹോട്ടൽ തുടങ്ങി. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ ലുലുമാളില്ലേ, അതിനേക്കാൾ വലിയൊരു മാള് തുടങ്ങി. ആ സ്ക്രീനിലേക്ക് നോക്കി, അതാണ് മാൾ, ചന്ദ്രമാൾ.
അവിടെ എല്ലാ സാധനവും ഉണ്ട്. ആ മുമ്പിൽ കിടക്കുന്ന കാറ് കൊണ്ടോ മാളിന്റെ തൊട്ടിപ്പുറത്ത്, അത് ഞങ്ങളുടെ കാറാ. ആ മാഡം ചന്ദ്രനിലെ ആട്ടർച്ച കഴിച്ചിട്ടുണ്ടോ? എന്നാ ടേസ്റ്റ് ആണെന്നറിയാവോ? നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഒരു പ്രാവശ്യം കഴിച്ചാ പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ കഴിച്ചോണ്ടിരിക്കും. ഇത് കണ്ടോ, ഇതൊക്കെ ആട്ടർച്ച കഴിച്ചതാണ് ഈ വയറൊക്കെ ഇങ്ങനെ ആയത്. മാഡം ആട്ടർച്ച കഴിച്ചിട്ടുണ്ടോ? ഞാനെന്നാ ക്യാഷ് അടച്ചോട്ടെ. അടുത്ത ബാച്ചിൽ തന്നെ എന്നെ വിടാൻ നോക്കണേ. അങ്ങേരുമായിട്ടുള്ള ജീവിതം ഞാൻ മടുത്തു. അതുകൊണ്ടൊന്നും ബീന മാഡം പേടിക്കണ്ട. ക്യാഷ് അടച്ചിട്ട് പോകാൻ നോക്ക്. ഈ വരുന്ന ശനിയാഴ്ച 5 മണിക്ക് നമ്മുടെ തുമ്പെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉണ്ടല്ലോ, അതിന് തൊട്ട് വടക്ക് വശത്ത് ചന്ദ്രയാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമുണ്ട്. നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. അവിടെ ചെന്നാൽ മതി. കൂടുതൽ വിവരങ്ങൾ മാഡം പറഞ്ഞു തരും. ചെല്ലേ. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ 2,85,312 അല്ലേ? സാർ സെറ്റിൽമെന്റ് ഒക്കെ കഴിഞ്ഞു. മാഡം സാറിന്റെ അടുത്തോട്ട് ചെല്ലു. ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളൊരു ഡയമണ്ടിൻ്റെ റിങ് കൊടുക്കാറുണ്ട്. എനിക്കിത് വേണ്ട. എനിക്കൊരു ഡയമണ്ട് നെക്ലസ് തന്നാൽ മതി. പാറു, ഈ റിങ് അങ്ങോട്ട് വെച്ചോളൂ. എന്നിട്ട് പകരം ഒരു നെക്ലസ് എടുത്ത് കൊടുത്തേക്കും. മാഡം, ഈ ആഴ്ച തന്നെ 20ഓളം പേര് വൈക്കത്തുനിന്ന് വന്നിട്ടുണ്ട് അല്ലേ? ദേവട്ടൻ വൈക്കത്ത് എവിടെ ചേട്ടാ? എൻ്റെ വീട് പടിഞ്ഞാറ് നടയില. സാർ ഇവിടെ എന്ത് ചെയ്യുന്നു? എത്ര ഏക്കറാണ് വേണ്ടത്? എൻ്റെ പൊന്നു സാറേ, ഉള്ളതും അറിയാലോ, എനിക്കിവിടെ ചാരായി മാറ്റാ പണി. ഈ എക്സൈസുകാരെ പോലീസുകാരെ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനാണ്. എനിക്കൊരു 200 ഏക്കർ സ്ഥലം വേണം. എനിക്ക് വാറ്റാനാ. അത് നിങ്ങൾ പറഞ്ഞ ശരിയാ. ആരെയും പേടിക്കണ്ട. വാറ്റുക, വിൽക്കുക, ക്രമേണ നിങ്ങൾക്ക് ഡിസ്റ്റിലറിയും തുടങ്ങാം. സാറേ, 200 ഏക്കർ കിട്ടില്ല കേട്ടോ. ആയിരക്കണക്കിന് പേര് രജിസ്റ്റർ ചെയ്ത് ഇവിടെ ക്യൂ നിൽക്കുക. നിങ്ങൾക്ക് ഞാനൊരു 100 ഏക്കർ തരാം. മാഡം എന്ത് പറയുന്നു? എൻ്റെ പൊന്നു സാറേ, ചതിക്കരുത്. എനിക്കൊരു 200 ഏക്കർ സ്ഥലം വേണം. എത്ര രൂപ വേണമെങ്കിലും കൈക്കൂലി തരാം. എനിക്കൊരു ഡിസ്റ്റിലറി തുടങ്ങാനാ. കൊള്ളാം കേട്ടോ, നല്ല ഐഡിയകളാണ്. പാറുമാടൻ, ദേവു സാർ നമ്മുടെ ആളാ. 200 ഏക്കർ കൊടുത്തേക്ക് കേട്ടോ. പിന്നെ ഞങ്ങൾ ചന്ദ്രനിൽ വരുമ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് മാറ്റി നല്ല സ്വയംഭൻ സാധനം ഞങ്ങൾക്ക് തന്നെ. തീർച്ചയായും, നിങ്ങൾ എൻ്റെ ദൈവമല്ലേ. അവിടെ സാറെ വാറ്റാനുള്ള പാത്രങ്ങളും പിന്നെ ഉരുളിയൊക്കെ ഉണ്ടോ? ദേവു സാർ, നമ്മുടെ ഏജന്റ് അവിടെ ഉണ്ട്. നിങ്ങൾ ചെല്ലുമ്പോ അവരെല്ലാം റെഡിയാക്കി തന്നോളൂ. അല്ല, വാറ്റാനുള്ള വെള്ളമൊക്കെ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ജലം അലുമിനിയം ആണല്ലോ. അല്ല, അമൂല്യമാണല്ലോ. ആ, പാറുമാടത്തിനടുത്ത് ചെന്നിട്ട് അക്കൗണ്ട് എല്ലാം കറക്റ്റ് ചെയ്തോളൂ. ശരി ശരി സാറേ. സാർ, അക്കൗണ്ടൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ആ, സാറിനെ പോയി കണ്ടോളൂ. വരൂ 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 വരൂ. ആ, ക്യാഷൊക്കെ അടച്ചല്ലോ അല്ലേ? ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കും. എന്നാ, ഇതൊരു ഡയമണ്ടിൻ്റെ റിംഗ് ആണ്. പിടിച്ചു. അല്ല സാറേ, എനിക്ക് ഇത് വേണ്ട. എനിക്കൊരു കുപ്പി അടിക്കാനാ. പാറുമാടം, ഒന്നല്ല 3 ബോട്ടിലുണ്ട് ഇതിനകത്ത്. കോണ്ടാക്ട്. ഓക്കെ.
അപ്പൊ എല്ലാ കാര്യങ്ങളും പാറുമാടം വിളിച്ച് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ. ഇവിടെയാണ് ചന്ദ്രൻ, നമ്മളിവിടെയാണ് പോകുന്നത്. കണ്ടോ, ഈ ചൊവ്വ, ബുധൻ, ശുക്രൻ, കാനഡ. കണ്ടോ, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ചന്ദ്രൻ കൂടി ആടിയുണ്ട്. കാരണം നമ്മുടെ ഭൂമിക്കകത്ത് നോക്കിയാൽ കാണാത്ത സാധനം വരെ നമ്മൾ പിന്നെ നമുക്ക് ബുധനുണ്ട്, ശുക്രനുണ്ട്. എക്സ്ക്യൂസ് മീ, മേ ഐ കം ഇൻ സർ? സജീവൻ പി ആർ അല്ലേ? അതെ. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് 2,87,365. അതെ സാർ. സർ 100 ഏക്കർ വേണമെന്നും പറഞ്ഞ് മെയിൽ അയച്ച സജീവൻ സാറായത്. ശരി. സജീവൻ സാർ ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇനി അവിടെ ചെന്നാൽ എന്താണ് ഉദ്ദേശം? ബിസിനസ് ആണോ അതോ കൃഷിയാണോ? എനിക്കിവിടെ 2 പശുക്കൾ വളർത്തുന്ന ഫാമുണ്ട്. അവിടെയും ഫാം തുടങ്ങാനാണ് ഉദ്ദേശം. അഴിച്ചു വിട്ടാൽ മതിയല്ലോ, പിണ്ണാക്കും പുല്ലും വെള്ളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. വൈകുന്നേരം ആകുമ്പോൾ കറന്നെടുത്താൽ മതി. ഗുഡ് ഐഡിയ, ഗുഡ് ഐഡിയ. ഇങ്ങനെയുള്ള ഐഡിയ ഉള്ള ആൾക്കാരെ വേണം നമുക്ക് നേരെ ചന്ദ്രനിലേക്ക് വിടാനായിട്ട്. ഞാനും പാറുമാടവും കൂടി കഴിഞ്ഞ ആഴ്ച ചന്ദ്രനിൽ പോയപ്പോൾ അവിടുത്തെ മാർജ് ഫ്രീയിൽ ഒരു തുള്ളി പാലുവിനും കിട്ടാനില്ലായിരുന്നു. പിന്നെ പാൽപ്പൊടി വാങ്ങിയാ ചായ ഉണ്ടാക്കി കുടിച്ചത്. എൻ്റെ അമ്മോ, അവിടുത്തെ പശുക്കളെ ഒന്ന് കാണണം. ആനയുടെ മുഴുപ്പുണ്ട്. ആ പശുക്കളെ കൈകൊണ്ട് കറക്കാമെന്ന് വിചാരിക്കണ്ട, മിഷനിൽ മാത്രമേ കറക്കാൻ പറ്റൂ. 1000-2000 ലിറ്ററല്ലേ ഇങ്ങോട്ട് കറന്ന് കൂട്ടണത്. 5 പൈസയുടെ മുടക്കില്ലെന്നുള്ളതാണ് സത്യം. പാല് തന്നെ പാല്. അതാണ് അവിടുത്തെ ഫാമിന്റെ പ്രത്യേകത. ഞാൻ പണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആധാരം എപ്പോൾ ചെയ്തു തരാൻ പറ്റും? എനിക്ക് ആദ്യമായിട്ട് നല്ലത് നോക്കി ഒരു 100 പശുക്കളെ തരണം. ആധാരം ചെയ്യലും പോക്കുവരത്ത് നടത്തലും ഒക്കെ ഉണ്ടല്ലോ, 1 മാസം എടുക്കും. ഗവൺമെൻറ്റുമായിട്ട് ചില എഴുത്തുകുത്തൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കഴിയുമ്പം ഇതെല്ലാം നിങ്ങളുടെ പേരിലാക്കി തരും. അത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ ഞങ്ങൾ വിളിക്കും. ഓക്കെ, ശരി ശരി. കഴിഞ്ഞ മാസം പോയവരുടെ ആധാരമെല്ലാം ഞങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ ഉടനെ ശരിയാകും. ഇത് കമ്പ്യൂട്ടർ യുഗമല്ലേ, ഒന്നിനും ഒരു താമസവും ഇല്ല. എല്ലാം 1, 2, 3 കേസ്. ചന്ദ്രനിൽ എവിടെയാട്ടെ എൻ്റെ സ്ഥലം? അവിടുത്തെ താമസ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എൻ്റെ സജീവൻ സാറേ, നിങ്ങൾ എന്തോ പൊട്ടത്തരങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നത്. മാഡം, ഒരിക്കലും സജീവൻ സാറിനെ കുറ്റം പറയരുത്. സജീവൻ സാറ് ആദ്യമായിട്ടാണ് ചന്ദ്രനിൽ പോകുന്നത്. സജീവൻ സാർ, ഇതാണ് വേൾഡ് ഗ്ലോബ്. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇതിനകത്തുണ്ട്. സജീവൻ സാർ, ഇതാണ് ഇന്ത്യ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ താഴെയാണ് കേരളം. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ ചന്ദ്രനെ കാണാൻ പറ്റും. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. സജീവൻ ചെന്ന് ഇറങ്ങുന്നത് നീലാശ്രം ജംഗ്ഷനിലാണ്. അവിടെ നമ്മുടെ ഏജന്റുമാരുണ്ട്. അതിനോട് ചേർന്നുള്ള സ്ഥലം, അതായത് 100 ഏക്കർ, അവിടെ ഒരു 5 നില വീടൊക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം. എന്താ, സന്തോഷമായില്ലേ? സജീവൻ സാർ തിരിച്ച് നാട്ടിൽ വരുമ്പോഴേ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് സുഖമായി അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്ക്. ഇവിടെ ഈ രാഷ്ട്രീയക്കാരുടെയും കരിഞ്ഞത്തക്കാരുടെ ഇടയിലേ ഒന്ന് ഒഴിവാകാമല്ലോ. എനിക്ക് സന്തോഷമായി സാർ. എൻ്റെ കൂടെ ഭാര്യയും മക്കളെയും കൂട്ടിക്കൊണ്ട് പൊയ്ക്കോട്ടെ. ഞാൻ എങ്ങനെയാ പോകുന്നത്? സജീവൻ സാറേ, ഭാര്യയും മക്കളെയൊക്കെ സാറ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൊണ്ടുപോയാൽ മതി.
പിന്നെ സാറിന് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അതിന്റെ തൊട്ട് വടക്ക് വശത്ത് ചന്ദ്രയാൻ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എന്നൊരു വിക്ഷേപണ കേന്ദ്രമുണ്ട്. അത് നമ്മുടെ സ്വന്തം. അവിടെ ചെന്നാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം പാറുമാടം പറഞ്ഞു. ഓക്കെ? അല്ല സാർ, ഇടയ്ക്ക് ഭാര്യയും മക്കളെയും കാണാൻ വേണ്ടി ഞാൻ എങ്ങനെ തിരിച്ചു വരും? എന്റെ പൊന്ന് സജീവൻ സാറേ, നിങ്ങളെ കൊണ്ട് ഞാൻ മടുത്തു. നിങ്ങൾ പോയ റോക്കറ്റ് തലയ്ക്ക് മുകളിൽ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങുമല്ലേ. നിങ്ങളൊന്ന് വിളിച്ചാൽ ഒരു പക്ഷിയെ പോലെ താഴത്തേക്ക് വന്നിറങ്ങും. ചെന്നങ്ങ് കയറിയിരുന്നാൽ സെക്കൻഡുകൾ കൊണ്ട് നേരെ നമ്മുടെ നാട്ടിലെത്തും. പിന്നെ എന്താ പ്രശ്നം? ഇത്രയും സൗകര്യം എന്തുണ്ട്? സജീവൻ സാർ, മാഡത്തിനടുത്ത് പോയി ക്യാഷ് അടച്ചു. ഓക്കെ. സാർ, സജീവൻ സാറിന്റെ ക്യാഷ് അടച്ചു. ആണോ? വരാൻ പറയും. സാർ അങ്ങോട്ട് സാറിന്റെ അടുത്തേക്ക് ഇല്ലേ? സജീവ് സാർ, ഇതൊരു ഡയമണ്ട് റിങ്ങാണ്. ഇവിടെ പേര് രജിസ്റ്റർ ചെയ്ത് ചന്തയിലേക്ക് പോകുന്നവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. കൊണ്ടുവയ്ക്കുള്ളൂ. സാർ, എനിക്കിത് വേണ്ട. എനിക്കൊരു റാഡോ വാങ്ങിച്ചു തന്നാൽ മതി. അതിനെന്താ മാഡം, സാറിനൊരു റാഡോ വാങ്ങിച്ചു. അപ്പോട്ടാ, ഇന്നത്തെ രജിസ്ട്രേഷൻ മുഴുവൻ തീർന്നു. 100 കോടിയിലധികം രൂപ നമ്മുടെ എത്തിക്കഴിഞ്ഞു. ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല. ആണോ? എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഇനി മറ്റൊരു സ്ഥലത്ത് വേറൊരു വേഷത്തിൽ പ്രത്യക്ഷപ്പെടാം. കൊടുത്താൽ ഏത് മലയാളിയും വീഴും. നമ്മൾ 100 കോടി ചന്ദ്രനിൽ സ്ഥലം വിറ്റ ആ പൈസ കേട്ടാ, ചന്ദ്രനിൽ സ്ഥലം വിറ്റില്ലേ, ആ പൈസ 100 കോടിയുടെ കാര്യം ഞാൻ പറയണത്. നീ കിടന്നേ, നീ സ്വപ്നം കണ്ടോടി, ഉറങ്ങാൻ നോക്കും. മനുഷ്യനെ ഉറക്കിയല്ലോ, ഒന്നുമില്ല. Huh?